തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ സന്തോഷം നിറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകലനായ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളോടുള്ള വിവാഹത്തോടുള്ള ബന്ധത്തിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക ഈ ശുശ്രൂഷ ചെയ്യുവാനായി ക്ഷണിക്കപ്പെട്ട കടന്നു വന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കേരള സ്റ്റേറ്റിൻ്റെ ചുമതല വഹിക്കുന്ന ബഹുമാന്യ ദേവദാസൻ പാസ്റ്റർ കെ.സി. തോമസ് സഹോദരൻ, ഈ ആത്മീയ ശുശ്രൂഷയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ബഹുമാന്യ ദേവദാസൻ, എനിക്ക് മുന്നേ ദൈവവചനം പങ്കുവച്ച ബഹുമാന്യ കർത്തൃദാസൻ, എൻ്റെ സഹശുശ്രൂഷകന്മാരായിരിക്കുന്ന അനേക ദൈവദാസന്മാർ, നല്ല ഗാനങ്ങൾ പാടി നമ്മെ സന്തോഷിപ്പിക്കുന്ന കൊയർ ടീമിലെ സഹോദരങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇത് തികച്ചും പെന്തക്കോസ്ത് അനുഭവത്തിൽ നിലനിൽക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളുടെ വിവാഹമാണ്. അപ്പോൾ ചിലർക്കെങ്കിലും ഒരു ചിന്ത വരാം, ഈ പ്രസംഗിക്കാൻ ഷമീർ എന്ന് പറയുന്ന പേരങ്ങോട്ട് സ്യൂട്ടാകുന്നില്ല എന്നുള്ളത്. 2002 ഒരു മുസ്ലിം കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ സത്യവിശ്വാസത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ മാത്രമല്ല, ഇവിടെ പാടിയ പാട്ടിൽ ഗിറ്റാറിസ്റ്റായി വായിച്ചത് ആലപ്പുഴക്കാരൻ പാസ്റ്റർ നസീർ ആലപ്പുഴയുടെ മകനാണ്. അങ്ങനെ ഞങ്ങൾ കുറേ പേരൊക്കെ ഈ ഭാഗ്യ പദവിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കയറി നിൽക്കുന്നത് എന്നുള്ള കാര്യം മറ്റ് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്ന് ഓർമ്മിക്കുന്നു. ഈ വിവാഹത്തിലേക്ക് പ്രിയ റീനോന്റെ ഫാമിലിയുടെ ക്ഷണമനുസരിച്ചാണ് കടന്നു വരുന്നത്. USA പ്രദേശത്ത് മീറ്റിങ്ങിനായി കടന്നുപോയ സമയത്ത് പ്രിയ പൈതലിന്റെ ഭവനത്തിൽ ചില ദിവസങ്ങൾ പാർക്കുവാൻ, അവരുടെ സഭയിൽ ദൈവവചനം പ്രസംഗിക്കാനും ഒക്കെ ദൈവം എനിക്ക് അവസരം നൽകി. എനിക്ക് 2 മകളാണുള്ളത്. എൻ്റെ ഭാര്യയും മക്കളും ഇവിടെ ഇരിപ്പുണ്ട്. എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. എന്നാൽ അവരെ പോലെ തന്നെ എന്നെ സ്നേഹിക്കുന്ന ഒരു പൈതലാണ് പ്രിയ റിനു. ഞാൻ റിനു എന്ന് പറയുമ്പോൾ ഒരു പരിചയക്കുറവുണ്ട്. കാരണം പ്രിയമോളെ വീട്ടിൽ വിളിക്കുന്നത് മുത്ത് എന്നാണ്. അപ്പം മുത്തേ എന്ന് വിളിച്ച് അങ്ങനെയാണ് സംസാരിക്കാനുള്ളത് സാധാരണ. അവളുടെ കാഴ്ചയിൽ ഇത്തിരി പൊക്കവും തടിയൊക്കെ ഉണ്ടെങ്കിലും അവളോട് സംസാരിക്കുന്നവർക്കറിയാം കൊച്ചു പിള്ളേരെ പോലെ ഇടപെടുന്ന ഒരു നല്ല മോളാണ്. അപ്പോൾ അവളെന്നെ ഈ വിവാഹത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട ദേവദാസനൊക്കെ ഉള്ളപ്പോൾ ഞാൻ വചന പങ്കെടുക്കാമെന്ന് പറഞ്ഞെങ്കിലും അവരുടെ സ്നേഹത്തിൻ്റെ ക്ഷണമനുസരിച്ചാണ് ഈ ചുരുങ്ങിയ സമയം ഇങ്ങനെ വേർതിരിച്ചത്. ഇപ്പം ഞാൻ അവളോട് തീർച്ചയായിട്ടും വരും എന്ന് പറഞ്ഞു. ഞങ്ങൾ കുടുംബമായി കടന്നു വന്നു. ആ സമയത്ത് പ്രിയ ജസ്റ്റിൻ സഹോദരനെ കുറിച്ച് ഞാൻ കേരളത്തിലായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിവരങ്ങളെക്കുറിച്ച് ചോദിച്ചു. ഒരുപക്ഷെ ജസ്റ്റിനോട് നേരിട്ട് ഞാൻ വിളിച്ചില്ലെങ്കിലും ഈ കേരളത്തിലെ എൻ്റെ ശുശ്രൂഷ സൗഹൃദ വലയങ്ങൾ അനുസരിച്ച് എനിക്കറിയാവുന്ന ദേവദാസന്മാരോടും മറ്റുമൊക്കെയായി ഒരു അന്വേഷണം നടത്തി ഒരു ഭാഗത്തു നിന്ന് പോലും നെഗറ്റീവായി ഒരു വാക്ക് ആരും പറഞ്ഞില്ല. എല്ലാവരും പറഞ്ഞു, ഈ തലമുറയിൽ ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെയൊക്കെ കണ്ടുകിട്ടുക വളരെ പ്രയാസമാണ്. ആത്മീയത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സഹോദരനാണ് ജസ്റ്റിൻ എന്ന ഒരു നല്ല അഭിപ്രായം പ്രിയ സഹോദരനെ കുറിച്ച് ലഭിച്ചു. മാത്രമല്ല, വട്ടപ്പാറ ശാരോൺ സഭയിൽ ഞാൻ ദൈവവചനം പ്രസംഗിച്ചിട്ടുണ്ട്, ശുശ്രൂഷിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷ തന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. കല്യാണ ശുശ്രൂഷയിൽ ദൈവദാസന്മാർ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ പലർക്കും അത്ര അങ്ങോട്ട് പൂർണ്ണമായിട്ട് അത് ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളെപ്പോലുള്ളവർ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന ഈ ദൈവവചനം ഒരുപക്ഷെ പെണ്ണും ചെറുക്കനും പോലും പലപ്പോഴും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. കാരണം അവരിതെല്ലാം എങ്ങനെയെങ്കിലും ഈ ചൂടിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്ന ചിന്തയോടെയാണ് എല്ലാ പെണ്ണും ചെറുക്കനും വേദിയിലിരിക്കുന്നത്. കാരണം ഒരു പരിധി വരെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ ചിലപ്പോൾ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ട് പോലും ഉണ്ടാകില്ല. അങ്ങനെ ഒത്തിരി യാത്രാ ക്ഷീണമൊക്കെ ഉണ്ടാകും. പക്ഷെ ഒരു കാര്യം, ഇന്ന് ഞങ്ങൾ ഈ പറയുന്ന ദൈവവചനത്തിൻ്റെയൊക്കെ ഗൗരവം പലരും മനസ്സിലാക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് വൈകിക്കഴിഞ്ഞാണ്. ഞങ്ങൾ ഇവിടെ പറഞ്ഞ ഇതേ കാര്യങ്ങൾ പലപ്പോഴും ഞങ്ങൾക്ക് പല കുടുംബങ്ങളിലും പിന്നീട് പോയി ഇത് തന്നെ പറയേണ്ടി വരുന്നു. എന്താ,
കുടുംബ ബന്ധങ്ങൾ രണ്ടാകുവാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ദൈവദാസന്മാർ അവിടെ ചെന്നിട്ട് ഇന്ന് ഈ വേദിയിൽ പറയുന്ന ഇതേ കാര്യങ്ങളാണ് ഞങ്ങൾ അന്ന് അവരോട് പറഞ്ഞു കൊടുക്കുന്നത്. അവരെ സന്തോഷത്തോടെ വീണ്ടും ഒരുമിച്ചാക്കി വിടുന്നു. അപ്പൊ ഈ കാര്യം തന്നെ ഞങ്ങൾ ഈ വിവാഹ സമയത്ത് പറയുന്നത്. അപ്പൊ അന്ന് പലരും ഇത് കേൾക്കാതെ പോകുന്നതാണ് ഒരു പരിധിവരെ ഇതിന്റെ പരാജയം. അതുകൊണ്ട് ഏകനായിരിക്കും നല്ലതല്ലെന്ന് പറഞ്ഞാൽ തക്ക തുണയെ ഉണ്ടാക്കി കൊടുത്തു എന്ന് വിവാഹം സ്ഥാപിച്ചത് ദൈവമാണ്. അത്രയും പറഞ്ഞാൽ ആ ഭാഗം വിടുകയാണ്. ഇനി അവരെ ദൈവം യോജിപ്പിച്ചു എന്ന് പറയുമ്പോൾ പലർക്കും വിളിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇവർ യോജിക്കാൻ പോകുന്നത്? ഞാനൊരിക്കൽ തിരുവനന്തപുരത്ത് ഒരു വിവാഹത്തിന് പോയി. ഇവർ ഭാര്യയും ഭർത്താവുമായി തീർന്നിരിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരാള് മറ്റൊരാളോട് ചോദിക്കുക, തീർന്ന? അപ്പം മറ്റേ പറഞ്ഞു, ഓ കഴിഞ്ഞ, ഓ അയ്യോ ഒന്നും കെട്ടിയില്ലല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഇവര് നോക്കിയപ്പോൾ പ്രത്യക്ഷത്തിൽ ഒന്നും കണ്ടില്ല, പക്ഷെ ഭാര്യ ഭർത്താവായെന്ന് പറയും. അപ്പൊ എങ്ങനെയാണ് ഇവർ യോജിക്കപ്പെടുന്നത്? പലരുടെ ചിന്തയാണ് എന്താണ് ഭൗതികമായ ഒരു മെറ്റീരിയൽ കൊണ്ട് ഇവരെ ബന്ധിപ്പിക്കാത്തത് എന്ന ചോദ്യം പൊതുവെ പെന്തക്കോസ്തർക്ക് നേരെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം. ഉത്തരവെന്ന് പറയാം. ആദിയിൽ ദൈവം ഏദൻ പൂങ്കാവനത്തിൽ സ്ഥാപിച്ച വിവാഹത്തിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ കൊണ്ട് ആദാം അടുത്ത് നിന്നൊരു കാട്ടുമരത്തിന്റെ വള്ളി ചാടിപ്പിടിച്ച് എവിടെ കഴുത്തലോട്ടിട്ട് ഒറ്റ മുറുക്കി എന്നൊന്നും ബൈബിളിലില്ല. ഇത് ദൈവമാണല്ലോ സ്ഥാപിച്ചത്. ദൈവം സാക്ഷിയായി കർത്താവിന്റെ ദാസൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവം സാക്ഷിയായി ആമേ പ്രിയ സഹോദരൻ ജസ്റ്റിൻ ആമേ പ്രിയ മോളോട് ഉടമ്പടി ചെയ്ത് ആമേ പ്രിയ മോള ജസ്റ്റിനോട് ഉടമ്പടി ചെയ്ത് വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുകയാണ്. ദൈവമാണ് സാക്ഷി. നിങ്ങൾ ചോദിക്കും, ദൈവം എന്ത് ചെയ്യും? ഞാൻ എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഷമീർ എന്തിനാ നീ ക്രിസ്ത്യാനിയായത്, എന്തിനാ ഈ ബൈബിൾ എടുത്തെന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് പറയാനുള്ള പ്രസംഗ സ്ഥലമല്ല ഇത് എന്ന് എനിക്കറിയാം, നല്ല ബോധ്യമുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം ഇവിടെ പറയണം. ഇതിനോടുള്ള ബന്ധത്തിൽ ഇവിടെ എന്ത് ചെയ്യും ദൈവം എന്ന് ചോദിക്കുമ്പോൾ ആമേൻ എനിക്ക് പറയാൻ അഭിമാനത്തോടെ ചിന്തയുണ്ട്. ഈ ലോകത്തിൽ ഞാൻ പഠിച്ച അനേക ഗ്രന്ഥങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, എല്ലാം മനസ്സിലാക്കിയിട്ടാണ് വിശ്വാസത്തിൽ വന്നത്. പക്ഷെ അവിടെ എല്ലാം കാണാത്തൊരു ചിന്ത ഈ പുസ്തകത്തിൽ ഞാൻ കണ്ടത്, 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഇറങ്ങി വരാമെന്ന് വാക്ക് പറഞ്ഞ ഉലകത്തിലൊരു ദൈവം യേശുക്രിസ്തുവാണ്. കാരണം ലോകത്തിൽ ദൈവങ്ങളില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ദൈവമുണ്ട്, ദൈവവിശ്വാസമുണ്ട്. പക്ഷെ ഉലകത്തിലുള്ള സകല ദൈവങ്ങളെ കാണുവാൻ ദൈവം ഇരിക്കുന്നിടത്ത് നമ്മൾ വണ്ടിക്കൂലി കൊടുത്ത് കാശ് ചെലവാക്കി പോകണം എന്ന് പറയുമ്പോൾ ഉലകത്തിൽ നിങ്ങൾ എന്നെ തേടി വരണ്ട, നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഞാൻ വന്നോളാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ദൈവമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവാണെന്ന് അഭിമാനത്തോടെ പറയുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. അപ്പോൾ ആ ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിൽ 2 പേരല്ല 3 പേരല്ല ഇവിടെ കൂടിയിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇത്രയും ആളുകൾ ഇവിടെ കൂടിയിരിക്കുന്ന ഈ ആത്മീയ ശുശ്രൂഷയിൽ ദൈവ സാന്നിധ്യമുണ്ട്. ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ അവർ പരസ്പരം ഉടമ്പടിയിലൂടെയാണ് അവർ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്നത്. അടുത്ത ചിന്ത, എന്താണ് ഉടമ്പടിക്കകത്ത് ഒളിച്ചിരിക്കുന്ന രഹസ്യം? അത് ജസ്റ്റിനും പ്രിയ വീനവും മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ഇത് എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, ഇത് എന്റെ മാംസത്തിൽ നിന്ന് മാംസം എന്ന ഉടമ്പടിക്കകത്ത് ഒളിച്ചിരിക്കുന്ന ഒരു രഹസ്യമുണ്ട്. ഇന്നത്തെ തലമുറയ്ക്ക് വിവാഹം എന്നൊക്കെ പറയുന്നത് വെറും കുഞ്ഞുകളിയാണ്. അതുകൊണ്ട് ഇത് കുഞ്ഞുകളിക്കാനുള്ള ഒരു കാര്യമല്ല. അതിനകത്ത് ഒരു രഹസ്യമുണ്ട്. എന്താ? അസ്ഥിക്ക് മാംസം കൂടാതെയോ മാംസത്തിന് അസ്ഥി കൂടാതെയോ ഭൂമിയിൽ ജീവിതമില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കും പ്രസംഗിക്കുന്ന എനിക്കും അസ്ഥി മാംസമുണ്ട്. ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് മാംസമില്ല, അസ്ഥി മാത്രമേ ഉള്ളെങ്കിൽ പിള്ളേർ പൊക്കിയെടുത്ത് ലാബിൽ കൊണ്ട് തൂക്കിയെടുത്തേ ഉള്ളൂ പഠിക്കാൻ. അതുപോലെ മാംസമുണ്ട്, അസ്ഥി ഇല്ലെങ്കിൽ എഴുന്നേറ്റ് ഞാൻ ഇവിടെ നിൽക്കുകയില്ല. ഇത് രണ്ടും ഉള്ളിടത്തോളം ഞാൻ ജീവിക്കും. എൻ്റെ അസ്ഥി മാംസം വേർപെടുന്ന ഒരു ദിവസമുണ്ട്. ഞാൻ മരിച്ച പെട്ടിയിലായി കൊണ്ടുപോയി കുഴിച്ചിടുമ്പോൾ എൻ്റെ അസ്ഥി മാംസം വേർപെട്ട് മണ്ണിൽ അലിഞ്ഞു ചേരുന്നത് പോലെ മരണം എന്നൊന്നല്ലാതെ മറ്റൊന്നുകൊണ്ടും അസ്ഥിക്ക് മാംസത്തെയോ മാംസത്തിന് അസ്ഥിയോ വേർപെട്ടിരിക്കാൻ കഴിയാത്തതുപോലെ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കാൻ കഴിയാത്ത പവിത്രമായ ബന്ധമാണ് ഈ പുസ്തകത്തിലെ ദൈവം സ്ഥാപിച്ച വിവാഹം. അതുകൊണ്ടാണ് ഞങ്ങളുടെ അടുക്കൽ ആരെങ്കിലും കുടുംബ പ്രശ്നമായി വന്നാൽ 99.9% ഞങ്ങൾ ഒരിക്കലും അവരെ പിരിക്കാൻ ശ്രമിക്കില്ല. ഞങ്ങൾ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അവരെ ഒന്നിച്ചാക്കാനേ ഞങ്ങൾ ദൈവദാസന്മാർ ശ്രമിക്കുകയുള്ളൂ. കാരണം രണ്ടാക്കി കളയാൻ ഈ പുസ്തകം ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. കുടുംബജീവിതത്തിന്റെ ഗൗരവം ഇന്ന് അനേക കുടുംബങ്ങൾക്ക് അറിയില്ല. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ കുടുംബജീവിതത്തിന്റെ ഗൗരവത്തെ കുറിച്ച് പറഞ്ഞ 1-2 ഭാഗങ്ങൾ വായിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 22-ാം വാക്യത്തിൽ ഭാര്യമാരോട് പറയുകയാണ്, ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും. ഇന്നത്തെ പെണ്ണുങ്ങളോട് പറയാൻ പറ്റുന്ന
ഒരു കാര്യമൊന്നുമല്ല. കീഴടങ്ങണം എന്ന് പറഞ്ഞാൽ വലിയ പാടാ. എങ്ങനെയെങ്കിലും ഭർത്താവിനൊപ്പം എത്തണം എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു കാലം. അത് ലോകത്തിലുള്ളവർ അങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യുന്ന എല്ലാ സഹോദരിമാരും ഈ ചിന്ത മനസ്സിലാക്കണം. ഭർത്താവിന് അവൻ സകലത്തിലും, ചിലരുടെ ബൈബിളിൽ സായിക്ക് പകരം ശായ, അത് വെട്ടി മാറ്റിയിട്ട് സായാക്കണം. സകലത്തിലെന്നല്ല, ബൈബിളിൽ സകലത്തിലും കീഴടങ്ങിയിരിക്കണം എന്ന് തന്നെയാണ്. ഇങ്ങനെ പറയുന്നു, ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്ന പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. അതിന് മറ്റൊരു ഭാഗം പറയുന്നത് ഇങ്ങനെ: അബ്രഹാമിനെ സാറ യജമാനനെ എന്ന് വിളിച്ച പോലെ വിളിച്ചു കീഴടങ്ങിയിരിക്കണമെന്നാണ്. ഞാൻ അങ്ങനെ അത്രയൊന്നും കയറി പറയുന്നില്ല, കാരണം ഇന്നത്തെ കാലം എനിക്ക് നല്ല ബോധ്യമുണ്ട്. അവൻ ഇപ്പോഴത്തെ ചേട്ടന്മാർ പറയുന്നത് യജമാനെ എന്ന് വിളിച്ചില്ലേലും വേണ്ടിയില്ല, വേണ്ടാത്ത ഒന്നും വിളിക്കില്ലോ എന്ന് അവളോടൊന്ന് പറഞ്ഞു കൊടുക്കുക എന്നാണ് പലരും പറയുന്നത്. കാരണം നമ്മുടെ വീട്ടിൽ സാധാരണ ആ ടോമി കൈസർ എന്നൊക്കെ വിളിച്ചാൽ പണ്ട് കാലങ്ങളിൽ വാലാട്ടിക്കൊണ്ട് പട്ടിയായിരുന്നു വരുന്നത്. ഇപ്പോൾ ചിബുവെ എന്ന് വിളിച്ചാൽ ഇറങ്ങി വരുന്ന ഭർത്താവാണ്. അങ്ങനത്തെ ഒരു കാലമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് അധികം ഒന്നും കയറുന്നില്ല. വീണ്ടും ഭർത്താക്കന്മാരോട് പറയാണ്: ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ച പോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം. അപ്പൊ ക്രിസ്തു സഭയെ സ്നേഹിച്ച പോലെ ഭാര്യയെ സ്നേഹിക്കണം ബൈബിൾ പറയുകയാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഏതോ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, പറയാനൊക്കെ എളുപ്പമാണ്, ക്രിസ്തു സഭയെ സ്നേഹിച്ച പോലെ എവളുമാരെ സ്നേഹിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതെന്നാ സഹോദരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ക്രിസ്തു ജീവൻ കൊടുത്തല്ലേ സ്നേഹിച്ചേ, ഇവക്കൊക്കെ വേണ്ടി ഇപ്പൊ ചാകാനൊക്കെ പോകുന്നത്. അപ്പം ചാകൊന്നും വേണ്ട, ഒരു കിഡ്നി ചോദിച്ചാൽ കൊടുക്കാത്ത ആളുകളാണ് ചാകാൻ നടക്കുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, ക്രിസ്തു സഭയെ സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജീവൻ തന്നു എന്നൊരർത്ഥം മാത്രമല്ല ഉള്ളത്. പിന്നെന്താ? സഭ എന്ന് പറയുന്നത് ആരാ? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. ഞാനും നിങ്ങളും ദൈവദാസന്മാർ രക്ഷിക്കപ്പെട്ടവരാണ് സഭ. ഈ സഭയെ കർത്താവ് സ്നേഹിച്ചത് എങ്ങനെയാണ്? എന്നെ സ്നേഹിച്ചത് എങ്ങനെയാണ്? നിങ്ങളെ സ്നേഹിച്ചത് എങ്ങനെയാണ്? പറയാം. ഷമീർ ഇന്നലെ എന്തായിരുന്നെന്നും, ശ്രദ്ധിക്കണം, ഷമീർ ഇന്നലെ എന്തായിരുന്നെന്നും ഇന്ന് എന്താണെന്നും നാളെ എന്താകുമെന്നും എന്റെ കർത്താവിന് അറിയാം. അറിയാത്ത അബദ്ധം പറ്റി എന്നെ സ്നേഹിച്ചതല്ല കർത്താവ്. ഇതെല്ലാം അറിഞ്ഞിട്ടും എന്റെ സകല കുറവുകളും അറിഞ്ഞിട്ടും മനഃപൂർവ്വമായി എന്നെ സ്നേഹിച്ച സ്നേഹമാണ് ക്രിസ്തുവിന്റെ സ്നേഹം. അങ്ങനെ ഭാര്യയെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് ഒരു കുറവുണ്ട്, ഒരു കുറ്റമുണ്ട്, അവൾക്കൊരു ബലഹീനത ഉണ്ട്. ശരി, എനിക്കറിയാം. അത് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ അവളെ സ്നേഹിക്കുന്നത് എന്ന് ജസ്റ്റിൻ പറയുമ്പോഴാണ് അത് ക്രിസ്തുവിന്റെ സ്നേഹമായി മാറുന്നത്. കുറവില്ലാത്ത ആരാ ഇവിടെ ഉള്ളത്? പച്ച എന്ന കളർ ഇഷ്ടപ്പെട്ട് വളർന്ന റീനു USA, മഞ്ഞ എന്ന കളർ ഇഷ്ടപ്പെട്ട് വളർന്ന ജസ്റ്റിൻ വട്ടപ്പാറയിൽ. രണ്ടുപേരും കൂടെ ഒരു വീട്ടിലേക്ക് വരിക. അപ്പൊ മഞ്ഞയെ ഇഷ്ടപ്പെടാവുന്ന ജസ്റ്റിനും പച്ചയെ ഇഷ്ടപ്പെടാവുന്ന റീനുവും പറഞ്ഞാൽ എവിടെ ചെന്ന് നിൽക്കും? അപ്പൊ രണ്ടുപേരുടെയും ഇഷ്ടങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. അതിലാഴത്തിലേക്ക് എനിക്ക് പിന്നാലെ ദേവദാസനെന്ന് ഒരു ഭാഗം കൂടെ പറഞ്ഞിരിക്കട്ടെ. അപ്പൊ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ ഭാര്യയുടെ കുറവ് അറിഞ്ഞുകൊണ്ട് അവളെ സ്നേഹിക്കും. ഭാര്യയുടെ കുറവ് 10 പേരോട് പറയുന്നത് ഒരു അന്തസ്സായിട്ട് കരുതുന്ന അണ്ണന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അത് വലിയ അന്തസ്സൊന്നുമല്ല. അത് കുറവുകൾ അറിഞ്ഞുകൊണ്ട് അവരെ സ്നേഹിക്കുന്നതാണ് ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ ചില സഹോദരന്മാർ പറയുന്നുണ്ട്, പാസ്റ്റർ എന്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമൊന്നുമില്ല. എന്നാന്ന് ചോദിച്ചാൽ, അപ്പൊ ഈ സ്നേഹത്തിന്റെ അർത്ഥം പല സഹോദരന്മാർ ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ, കഴിച്ചോ കുടിച്ചോ തിന്നോന്ന് പോലും അവള് ചോദിക്കത്തില്ല എന്നൊക്കെ പറയുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പലരുടെ സ്നേഹത്തിന്റെ അർത്ഥം രാവിലെ മൊബൈൽ എടുത്ത് കുത്തിപ്പിടിച്ച് ചാച്ച കഴിച്ചോ, ചാച്ച കുടിച്ചോ, ചാച്ച കുടിച്ചോ, ചാച്ച ഇവിടെ ചാച്ച ഇങ്ങനെ ഇരിക്കുന്നതാണ് സ്നേഹമെന്നാണ് പലരും ചിത്രം മനസ്സിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് എന്റെ ഭാര്യ എന്നോട് ചോദിക്കത്തേ ഇല്ലെന്ന്. പക്ഷെ അവളാണെങ്കിൽ ചാച്ച കഴിച്ചോ, ചാച്ച കുളിച്ചോ, ചാച്ച ഇവിടെ ചാച്ച ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. അപ്പൊ ഇതാണ് സ്നേഹം. എന്തൊരു സ്നേഹം! അവർക്ക് ചക്കര പൊന്നെ മൂത്തെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഒരാഴ്ച നമ്മളിലെ മെഡിക്കൽ കോളേജിലൊന്ന് അഡ്മിറ്റ് ചെയ്താൽ അപ്പോഴറിയാം ഉറക്കമൊഴിഞ്ഞ് കൂട്ടിരിക്കാൻ, പൊക്കിയെടുത്ത് ടോയ്ലറ്റിൽ കൊണ്ടുപോകാനും പൊന്നുമില്ല, മുത്തുമില്ല, ചക്കരയില്ല, ഭാര്യ മാത്രമേ കൂടെ കാണത്തുള്ളൂ. അവിടെ നമ്മൾ സ്നേഹത്തിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. ജസ്റ്റിന്റെ ജീവിതത്തിലും റിനുവിന്റെ ജീവിതത്തിലും പരസ്പരം അറിയാത്ത ഒരു കാര്യങ്ങൾ അടുത്ത നിമിഷം മുതൽ ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും ഗൗരവമായി ശ്രദ്ധിക്കേണ്ടത്.